യഥാർത്ഥത്തിൽ ഈ അനന്തുവിൻ്റെ മരണത്തിന് ശേഷം നിലമ്പൂരിൽ വിവാദം കൊഴുക്കുകയാണ്. സുഹൈൽ മുഹമ്മദ് തത്സമയം ചേരുന്നു. സുഹൈൽ, പ്രതിപക്ഷ നേതാവ് അനന്തുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴാണ് സന്ദർശനം? അതുപോലെ UDF-ന്റെ മാർച്ച് എപ്പോഴാണ്? പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം 10-ഓടുകൂടിയാണ് SK. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോത അത് വല്ലാതെ ചൂടുപിടിക്കുകയാണ്. LDF-ന്റെ പ്രതിഷേധം വഴിക്കടവ് പഞ്ചായത്തിലേക്കാണെങ്കിൽ UDF പ്രതിഷേധം വഴിക്കടവ് KCB ഓഫീസിലേക്ക്. നമ്മളിപ്പോൾ കാണുന്ന പോലെ പോലീസ് ഏകദേശം സെറ്റായി നിൽക്കുകയാണ്. വടം ഉപയോഗിച്ച് തടയണമൊക്കെ നിർമ്മിച്ച് പ്രവർത്തകരെ തടയാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. 10-ഓടുകൂടിയാണ് നിലവിൽ ഇവിടെ പ്രതിഷേധത്തിന് UDF നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് KCB-ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF-ന്റെ പ്രതിഷേധം ഇന്ന് വഴിക്കടവ് KCB-യിലേക്ക് വരുന്നത്. നേരത്തെ നമുക്കറിയുന്നത് പോലെ ശനിയാഴ്ച അനന്തു ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിച്ച ഉടൻ തന്നെ ആദ്യം UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൌക്കത്ത് KCB ആരോപണം മുന്നിൽ നിർത്തിയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. KCB-യുടെ അനുമതിയില്ലാതെ അത്തരത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ്, ജീവനെടുത്ത ഫെൻസിംഗ് കെട്ടാനാകില്ല, മൗനാനുവാദമുണ്ടെന്നടക്കം KCB-യെ സംശയമുന്നിൽ നിർത്തുന്ന രീതിയിലുള്ള ആരോപണമായിരുന്നു തുടക്കത്തിലെ നടത്തിയത്. അതിന്റെ ഭാഗമായാണ് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന അതിഗുരുതരമായ ആരോപണം ആര്യൻ ഷൌക്കത്ത് ഉയർത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ LDF പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമായിരുന്നു ഇന്നലെ മുഴുവൻ സജീവമായി ഇവിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ ഗൂഢാലോചന വിഷയത്തിൽ ഈ വിഷയം ഓൺ ചെയ്ത് AK ശശീന്ദ്രനെ പിന്നോട്ട് പോകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ഉദ്ദേശിച്ചത് ഈ വിഷയത്തെ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ അനന്തുവിന്റെ മരണം അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു ആരോപണമല്ല, അങ്ങനെ സംശയമല്ല എന്നുകൂടി ശശീന്ദ്രൻ വ്യക്തമാക്കുമ്പോൾ ആ ആരോപണത്തിൽ നിന്ന് LDF പിന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടി UDF ഇന്ന് വലിയ പ്രചാരണ വിഷയമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. KCB-യുടെ വീഴ്ച ആരോപിച്ചുകൊണ്ട് ഈ വഴിക്കടവ് KCB ഓഫീസിലേക്ക് UDF നടത്തുന്ന മാർച്ചിൽ ശശീന്ദ്രനുള്ള പിന്നോട്ട് പോക്കും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം അത് അനാവശ്യമായി ഉയർത്തിയ ആരോപണമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൂടി UDF ഇന്ന് മാർച്ചിൽ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ വിഷയം കൂടി ഇന്ന് മാർച്ചിൽ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്തായാലും കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം LDF-ന്റെ പ്രതിഷേധം വഴിക്കടവ് പഞ്ചായത്തിലേക്ക് നടക്കുമ്പോൾ അവിടെ ഈ പന്നിക്കണിയും പന്നിവേട്ടകൾക്കുമെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കുന്നതിൽ ആരോപിച്ച് LDF പ്രതിഷേധം നടക്കുമ്പോൾ അതേ ഗ്രാവിറ്റിയിൽ അതേ ആഴത്തിൽ തിരിച്ച് അവർക്ക് പ്രതിഷേധം നടത്തുന്ന KCB-ആണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിലടക്കം ഒരു മത്സര സ്വഭാവം ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ വഴിക്കടവ് പോലീസ് സ്റ്റേഷന് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള എടക്കര പോലീസ് സ്റ്റേഷനടക്കം വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. 10:30 സമയം പറഞ്ഞിരിക്കുന്നത്. 10-ഓടുകൂടി തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങും. പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിലാണ് നമുക്കിനി കാണാനുള്ളത്, എങ്ങനെയായിരിക്കും അതെന്നുള്ളത്. കാരണം LDF-ന്റെ പ്രതിഷേധം പഞ്ചായത്തിൽ നടക്കുമ്പോൾ അതേ ഗ്രാവിറ്റിയിൽ അത്ര തന്നെ തീവ്രതയിൽ UDF പ്രതിഷേധവും ഈ മേഖല ശക്തമാക്കാൻ തന്നെയായിരിക്കും പ്രവർത്തകരുടെ തീരുമാനം. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയുള്ളപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദത്തിൽ അനന്തുവിന്റെ മരണം കൂടി ചർച്ചയാകുന്ന ഘട്ടത്തിൽ ആർക്കാണ് വീഴ്ചയെന്ന ചോദ്യം പലയാവർത്തി പല ഇടങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള LDF UDF മുന്നണികളുടെ പോർമുഖത്ത് ഈ പ്രതിഷേധം ഒരു സൂചികയായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. SK.